അപ്പോൾ നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സോപ്പിന്റെ മേക്കിങ്ങും പാക്കിങ്ങും സീലിങ്ങും സീലടിക്കലും ഒക്കെ നമ്മുടെ ലാബിൽ ഒട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 kg ബേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 20 സോപ്പാണ് കേട്ടോ 2 kg കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അലോവേറയുടെ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാനാണ്. അപ്പൊ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ള സോപ്പ് ചെയ്തിട്ടുണ്ട്, ജെല്ല് വെച്ചിട്ടുള്ള സോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എക്സ്ട്രാക്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കറക്റ്റ് മെഷർമെന്റില് അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറയാനായിട്ടാണ് കേട്ടോ. അപ്പൊ കുറെ പേര് ജെല്ല് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ജ്യൂസ് വെച്ചിട്ടുള്ള സോപ്പുകളൊക്കെ മേക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാക്ട് എങ്ങനെയാണ് കറക്റ്റ് അളവില് യൂസ് ചെയ്യാന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഷോപ്പൊക്കെ ഉള്ള കാരണം കൊണ്ട് സോപ്പ് കുറച്ചധികം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ സോപ്പിന്റെ ബേസ് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് സോപ്പുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്ത് അത് ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം കുറേ എടുക്കും. അത് കാരണം കൊണ്ട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ബേസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോ ഇത് നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യൂറിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട്, സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിന്ന് 2 കിലോ ബേസ് വെച്ചിട്ടാണ് അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അലോവേറയുടെ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെ നമുക്ക് എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് 2 കിലോ ബേസ് നമുക്ക് എടുക്കണം. അപ്പൊ നമ്മളൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 ലിറ്ററിന്റെ ജാറാണ്. ഇതിലേക്ക് നമുക്ക് ബേസ് 2 kg ബേസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് കുറേ ഓർഡറുകളൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബേസ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബേസ് കട്ട് ചെയ്യണ സമയം നമുക്കത് ലാഭിക്കാനായിട്ട് പറ്റും. നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് 2 kg ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിൻ, വൈറ്റമിനി, കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കുള്ള സ്മെല്ല്, പിന്നെ നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കളർ നമുക്ക് അലോവേറയുടെ സോപ്പിന് നമ്മൾ ആഡ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ റബ്ബിങ് ആൽക്കഹോള്, നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനാണ് നമ്മൾ റബ്ബിങ് ആൽക്കഹോള് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വലിയൊരു പാത്രത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഗ്ലാസ് ജാറിൽ മെൽറ്റ് ആവണേക്കാട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്റ്റീലിന്റെ പാത്രത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ സോപ്പ് ബേസ് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് സ്റ്റീലിന്റെ പാത്രമാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് മൊത്തമായിട്ട് മെൽറ്റ് ആയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പതേ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു പാത്രത്തിലെ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ സോപ്പ് ബേസ് വെച്ചിട്ടുള്ള പാത്രം ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് മെൽറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സോപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മളോട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ട് പറയാറുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് എന്താ പറയാ സെറ്റ് ആവുന്നില്ല, കട്ടിയാവുന്നില്ല, പത കുറവാണെന്നൊക്കെ കുറേ പേര് വിളിച്ച് പറയാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന ജ്യൂസുകളുടെ അളവ് കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. പിന്നെ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത
ചെയ്യാത്ത ബേസ് വെച്ചിട്ടാണ് ചെയ്യണേ വെച്ചെങ്കിലും നമ്മുടെ സോപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കിട്ടാത്തവരാണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ഐറ്റംസും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോപ്പിന്റെ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ തൃശ്ശൂര് വരടികം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും നേരിട്ട് വന്നിട്ട് മേടിക്കണമെങ്കിൽ അവിടെ വന്ന് മേടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി അല്ലെങ്കിൽ DTDC വഴി കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിനി ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 10 ml വൈറ്റമിനി ഒരു 2 ml ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാക്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 40 ml എക്സ്ട്രാക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലോവേരയുടെ എക്സ്ട്രാക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 40 ml കേട്ടോ. അപ്പോൾ 1 കിലോയിലാണെങ്കിൽ 20 ml ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രാഗ്രൻസും അതുപോലെ 40 ml തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 20 ml ആണ് 1 kg ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി മുകളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തു, വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തു, വൈറ്റമിനി ആഡ് ചെയ്തു. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതേ നമ്മുടെ മോൾഡ് പിയേഴ്സ് മോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിന്റെ പിയേഴ്സ് മോൾഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഓരോ മോൾഡിലേക്കും നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പൊ നമ്മള് 20 മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 100 ഗ്രാമിന്റെ പിയേഴ്സ് മോൾഡിലാണ് നമ്മള് സോപ്പ് ബേസ് ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നല്ല ബേസ്, നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ സോപ്പ് ബേസിന്റെ പ്രത്യേകത. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ നമ്മുടെ സോപ്പ് ബേസ് സെറ്റ് ആയിട്ട് കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു 1.5 മണിക്കൂറിന് ശേഷം ഇനി മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ സോപ്പ്. എന്നിട്ട് കാണാം. അതേ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ന് കൂടുതൽ പോകുന്ന സോപ്പ് ഏതാന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ന് എനിക്ക് കൂടുതൽ സെയിലുള്ളത് അലോവേരയുടെ സോപ്പാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സോപ്പാണ് കേട്ടോ അലോവേര. അതുപോലെ തന്നെ ക്യാരറ്റിന്റെ സോപ്പും എല്ലാവർക്കും കൂടുതൽ നമ്മളോട് ചോദിക്കുന്ന ടൈപ്പ് സോപ്പുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാം മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഒരു ഇഷ്ടം. അപ്പൊ നമുക്ക് എല്ലാതും മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പൊ നമുക്ക് അലോവേരയുടെ സോപ്പിനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ എല്ലാവരും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു സോപ്പാണ് അലോവേരയുടെ സോപ്പ്. അപ്പൊ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഈ സോപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യാം, ജെല്ല് വെച്ചിട്ട് ചെയ്യാം, പിന്നെ അലോവേരയുടെ പൗഡർ വെച്ചിട്ട് ചെയ്യാം. ഇനി നല്ലൊരു എന്താ പറയാ പൗഡർ വെച്ചിട്ട് നമുക്ക് അലോവേരയുടെ സോപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അലോവേരയുടെ പൗഡർ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് പൗഡർ വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പൊ പൗഡർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ആയിരിക്കില്ല കേട്ടോ. നമുക്ക് പൗഡറിന്റെ ഒരു ഗ്രീൻ കളറായിരിക്കും, ലൈറ്റ് ഒരു ചാണകപ്പച്ച കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലായിരിക്കും നമ്മുടെ സോപ്പ് കിട്ടാം. കണ്ടില്ലേ? അപ്പൊ നമ്മള് സോപ്പ് എല്ലാം മോൾഡിൽ നിന്ന് എടുക്കാണ് കേട്ടോ. അപ്പൊ നമുക്കിനി സോപ്പ് പാക്ക് ചെയ്യണം. നമ്മൾ ക്ലിൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു ട്രാൻസ്പെറന്റ് കവറിലാക്കിയതിന് ശേഷമാണ് ബോക്സിലേക്ക് മാറ്റുന്നത്. ഇതേ കണ്ടില്ലേ നമ്മുടെ സോപ്പ്. ഇതിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഉള്ള ബേസ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പുകൾ കിട്ടും കേട്ടോ. കണ്ടില്ലേ? നല്ല കട്ടിയാണ് നമ്മുടെ സോപ്പ്. ചിലർ പറയുന്നുണ്ട് അവരുടെ സോപ്പ് തീരെ കട്ടിയാവുന്നില്ല എന്നുള്ളത്. അപ്പൊ കട്ടിയാവാത്തത് ഒന്നെങ്കിൽ ബേസിന്റെ പ്രശ്നമാണ്, പിന്നെ നിങ്ങൾ ഒരുപാട് ജ്യൂസ്
ഇപ്പൊ ഫ്രഷ് ജ്യൂസ് ആണെങ്കിലും ഒരുപാട് നമ്മുടെ ബേസിലേക്ക് ഒഴിക്കരുത് കേട്ടോ. അതിന് കറക്റ്റ് ആയിട്ടുള്ള അളവുകളുണ്ട്. അതിന് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് സെറ്റ് ആവില്ല. പിന്നെ ഓയിൽസ് ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിന്റെ പത കുറയും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേ നമ്മള് മൊത്തമായിട്ട് കവർ ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കവർ ചെയ്യാൻ എപ്പോഴും കുറെ പേര് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ ഫുള്ള് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്ത് 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 നമുക്കത് പ്രാക്ടീസ് ആവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടൊന്നും കിട്ടില്ല. പിന്നെ പിന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ നമ്മള് എല്ലാം ഇതുപോലെ ഇപ്പൊ നമ്മുടെ സോപ്പ് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ പറ്റില്ല. അപ്പൊ ആദ്യം എനിക്കും ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ. എന്നിട്ട് തന്നെ ശരിയായി വന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കും അത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ കവർ ചെയ്തതെല്ലാം ഇതുപോലെ നമ്മളെ ട്രാൻസ്പെറന്റ് കവറിലാക്കും കേട്ടോ. ഒന്നുകൂടെ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്ത ശേഷം പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. കുറെ പേര് പറയാറുണ്ട് സോപ്പിൽ നിന്ന് വെള്ളം വേർപ്പ് പോലെ വരുന്നുണ്ടെന്ന്. അത് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ട്രാൻസ്പെറന്റ് കവറിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ സെയിൽ ചെയ്ത് നമ്മൾ ബോക്സിലാക്കിയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ സാധാരണയാണെങ്കിൽ ഇങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ലേബൽ എന്തായാലും അതിൽ ഒട്ടിക്കേണ്ടതാണ്. ലേബൽ സോപ്പൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. അക്ഷയ മുഖേനയൊക്കെ നമുക്ക് ലൈസൻസുകൾ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് കവറില് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് കവറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് സീൽ മെഷീൻ വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ലാബിലൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സോപ്പിന്റെ മേക്കിങ്ങും പാക്കിങ്ങും സീലിങ്ങും സീലടിക്കലും ഒക്കെ നമ്മുടെ ലാബിൽ ഒട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 2 kg ബേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 20 സോപ്പാണ് കേട്ടോ 2 kg കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 1 kg അല്ലെങ്കിൽ 1/2 kg ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഷോപ്പിലേക്കുള്ള സോപ്പുകളാണ്. അത് കാരണം കൊണ്ട് ഞാൻ ബോക്സിലാക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കാണാനല്ലേ കൂടുതൽ ഭംഗി. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ വന്നാലും സോപ്പ് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഷോപ്പില് ഇതൊരു ബാസ്ക്കറ്റിലാണ് കേട്ടോ ഒരു ഇട്ട് വെക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇതിന്റെ ഭംഗി കണ്ടിട്ട് മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗുണവും അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ അലോവേറയുടെ. നമുക്ക് കൂടുതൽ സെയിലുള്ള സോപ്പ് ഏതാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അലോവേറയുടെ സോപ്പ്, ക്യാരറ്റിന്റെ സോപ്പൊക്കെ നമുക്ക് ഒരുപാട് സെയിലുള്ളതാണ് കേട്ടോ. കുറേ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സോപ്പാണ് അലോവേറ സോപ്പ്. അപ്പൊ ഇതേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ സോപ്പ് ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് സീലൊക്കെ നമ്മുടെ ലാബിലൊക്കെ അടിച്ച് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ബിഗിനേഴ്സിനായിട്ട് നമ്മൾ കിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് തരം കിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ സോപ്പ് മേക്കിങ്ങിൽ തന്നെ പിയേഴ്സിന്റെ കിറ്റ് ഉണ്ട്, ചന്ദ്രികയുടെ കിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിമിക്സിന്റെ ഉണ്ട്, ഡോവിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കിറ്റ് നമ്മുടെ ഇത് മേടിക്കാവുന്നതാണ് കേട്ടോ. അതിൽ നമുക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മളെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ ആർക്കും കൺഫ്യൂഷൻ വേണ്ട, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു കൺഫ്യൂഷന് വേണ്ട കേട്ടോ. നമ്മൾ തരുന്ന കിറ്റിൽ നിങ്ങൾ അത് ഉണ്ടാക്കിയാൽ മാത്രം മതി. കിറ്റില് മോൾഡ് ഉണ്ടാവില്ല കേട്ടോ. മോൾഡ് സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് മേടിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ കിറ്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിന്റെ മാത്രമല്ല കേട്ടോ, എല്ലാ കിറ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ കിറ്റുകളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം.
അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അണേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.